ഹായ് ഹലോ നമസ്കാരം, ഞാൻ അഞ്ജലി. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന 5 ബുട്ട ഡിസൈൻസാണ്. കുന്തൻ സ്റ്റോൺസും ബീഡ്സും ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാൻ വർക്ക് ചെയ്തത്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. കുന്തൻ സ്റ്റോൺ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്നത് B7000ൻ്റെ ഗ്ലൂ ആണ്. അതുപോലെ സ്റ്റോൺസ് പിക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പെന്നും ഉപയോഗിക്കുന്നുണ്ട്. ആ പെന്നിൻ്റെ അറ്റത്തൊരു ഗമ്മുണ്ട്. ആ ഗം വെച്ചിട്ട് നമ്മൾ ഈ സ്റ്റോൺ കുത്തി എടുക്കുമ്പോഴത്തേക്കും ഈ സ്റ്റോൺ ആ പെന്നിൻ്റെ അറ്റത്തൊട്ടിയിരിക്കും. അപ്പോൾ നമുക്കത് ഡയറക്റ്റ് മെറ്റീരിയലോട്ട് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ ഗമ്മൊന്നും ആവില്ല, നല്ല നീറ്റായിട്ട് പെർഫെക്റ്റായിട്ട് നമുക്ക് സ്റ്റോൺ ഒട്ടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം ഞാൻ ചെയ്തത് ഒരു റൗണ്ട് ഷേപ്പിലുള്ള ചെറിയ കുന്തൻ സ്റ്റോൺ ഒട്ടിച്ച് കൊടുത്തിട്ട് സെയിം അളവിലുള്ള കുന്തൻ സ്റ്റോൺ അതിൻ്റെ ചുറ്റും ഒട്ടിച്ച് ഒരു ഫ്ലവർ പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുർത്തിയുടെ നെക്കിൽ, ബ്ലൗസിൻ്റെ നെക്കിൽ, സ്ലീവ്സിൻ്റെ എൻഡിൽ അല്ലെങ്കിൽ സ്ലീവ്സിലൊക്കെ സ്പ്രെഡിങ് ആയിട്ടൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഭയങ്കര എളുപ്പപ്പെടുത്തി ചെയ്യാൻ പറ്റും. സൂചി നൂലിൻ്റെ ഒന്നും ആവശ്യമില്ല. ആദ്യത്തെ ബുട്ട വർക്ക് ചെയ്യുന്നതിന് സിമ്പിളായിട്ട് എത്ര മടിയുള്ളവർക്കും ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ഡിസൈൻ വന്നിട്ട് സെൻറ്ററിലൊരു റൗണ്ട് ഷേപ്പ് കുന്തൻ സ്റ്റോൺ ഞാൻ ഒട്ടിച്ചിട്ട് അതിന് ചുറ്റും ഡയമണ്ട് ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഡയമണ്ട് ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോണിൻ്റെ ഗ്യാപ്പിൽ 2 ബീഡ്സും ഷുഗർ ബീഡ്സും ഉപയോഗിച്ച് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും നമ്മൾ സ്റ്റോൺ ഒട്ടിച്ച് അത് ഉണങ്ങിയതിന് ശേഷം മാത്രം ബീഡ്സ് വർക്കുകൾ, പ്രത്യേകിച്ച് സൂചി നൂലുള്ള വർക്ക് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഈ സൂചി കുത്തിയെടുക്കുന്ന സമയത്ത് ആ പ്രഷറിൽ നമ്മൾ ആ ബീഡ്സ് ഒട്ടിച്ചേക്കുന്ന സ്റ്റോൺ ഇളവാനുള്ള ചാൻസ് ഉണ്ട്. നന്നായിട്ട് ഒട്ടിയില്ലെങ്കിലുള്ള കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒട്ടാനുള്ള ടൈം നമ്മളെപ്പോഴും കൊടുക്കണം. അത് കണക്ക് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കും നേരത്തെ ചെയ്ത വർക്കും ഏകദേശം സിമിലറാണ്. ഈ ബീഡ്സിൻ്റെയും സ്റ്റോണിൻ്റെയും ഷേപ്പിൽ മാത്രമാണ് വ്യത്യാസം വന്നേക്കുന്നത്. ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഐ ഷേപ്പ് കുന്തൻ സ്റ്റോണും പേളുമാണ് ഉപയോഗിച്ചേക്കുന്നത് കേട്ടോ. ഓറഞ്ച് കളർ ബീഡ്സുമാണ് ഉപയോഗിച്ചേക്കുന്നത്. ചെയ്യുന്ന മെത്തേഡൊക്കെ സെയിം തന്നെ. പിന്നെ ബീഡ്സ് കോർക്കാൻ വേണ്ടി ഞാൻ നീഡിൽ നമ്പർ 12 ആണ് കേട്ടോ എടുത്തേക്കുന്നത്. എല്ലാം സിമ്പിളായിട്ടുള്ളതാണ്, നമുക്ക് ചെയ്യാനൊക്കെ പറ്റും. ഇതൊന്നിനും പ്രത്യേകിച്ച് റൂൾസ് ഒന്നുമില്ല കേട്ടോ. നമ്മുടെ ബുദ്ധിക്ക് തോന്നുന്ന രീതിയിൽ നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ചെയ്യുന്ന സാധനങ്ങളും നമ്മൾ ചെയ്യാനെടുക്കുന്ന ടൈമും ഒക്കെ വെച്ചിട്ടാണ് ബാക്കി റേറ്റും കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ ചെയ്യുന്ന വർക്ക് മാക്സിമം നീറ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഞാൻ വർക്ക് ഇങ്ങനെ പഠിച്ച് വരുന്നതേ ഉള്ളൂ എങ്കിലും മാക്സിമം നീറ്റായിട്ട് ഞാൻ വർക്ക് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഈ കണ്ട ഡിസൈൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഈ ലാസ്റ്റ് ചെയ്യുന്ന ബുട്ട വർക്ക് കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. കാരണം കൂടുതലും അതിനകത്ത് ബീഡ്സാണ് ഉപയോഗിച്ചേക്കുന്നത്. മെത്തേഡൊക്കെ സെയിം തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എങ്ങനെ വേണോ, ഏത് രീതിയിൽ വേണോ, ഏത് ടൈപ്പ് ബീഡ്സ്. ഇപ്പം ഈ ഷുഗർ ബീഡ്സൊക്കെ തന്നെ പല കളറിൽ നമുക്ക് അവൈലബിൾ ആണ്. അതെനിക്ക് റൗണ്ട് ബീഡ്സ് പല കളറിൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.